എല്ലാവർക്കും ഹായ്. താങ്കളക്കാൻ കേട്ട നിങ്ങൾ പല മുഖങ്ങളും എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് നോ ഉടായ്പുകൾ. ഒരു വാർണിംഗ് ആണ് തീർച്ചയായിട്ടും. പിന്നെ ഈ രണ്ടെണ്ണം അത് ലോഗോ ടൈപ്പുകളാണോ? അത് അല്ലല്ല, മോൻ രണ്ടും എന്റെ ചങ്കുകളാണ്. ബേസിക്കലി കള്ളന്മാരാണ്. എങ്കിലും ഷാനാണെങ്കിലും ഇപ്പൊ ഹരിയാണെങ്കിലും കുറെ സന്തോഷം അവരെ. ഇപ്പൊ ഈ അടുത്തും ഞങ്ങള് ഷാനെ കണ്ടില്ല, ഹരിയെ നമ്മളിപ്പോ അടുത്ത് കോഴിക്കോട് കണ്ടതാണ്. എനിക്കൊരു കാര്യം ഇപ്പം ഈ ഷാൻ പറഞ്ഞപ്പോഴേ, ഇവൻ ബാംഗ്ലൂരിൽ ഒരു പ്രോഗ്രാമിന് വന്നു. അവിടെ തീ കത്തിച്ചിട്ട് ഇവനാര് ഹനുമാനോ ലങ്ക കത്തിച്ചു. എന്തോന്നേ ഞാനിത് എനിക്കറിയായിരുന്നു. ഇന്നലത്തെ എന്റെ ഉറക്കം പോയപ്പോഴേ വിചാരിച്ചു ഞാൻ അത് പെട്ടെന്ന് ആലോചിച്ചില്ല, ലങ്ക പോയി കത്തിച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവൻ ഇടിവെട്ട് പാട്ടുകാരനാണ്, അതിനൊരു ഡൗട്ടും ഇല്ല. അവന്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. ഞാന് ഒരുപക്ഷെ ഇങ്ങനെ നിർത്തി പറയല്ല, എന്നാ ഇരിക്കാടെ. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു മ്യൂസീഷ്യനാണ് ശരത്തേട്ടൻ. ലെജൻഡാണ് ആസ് എ സിംഗർ, മ്യൂസീഷ്യൻ, കമ്പോസർ. അതൊക്കെ വാക്കുകളില്ല, അത്രത്തോളം എനിക്ക് റെസ്പെക്ട് ഉള്ള ഒരു ആളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. സോ വി ആർ പ്രൗഡ് ടു ഹാവ് യു ഓൺ സൂപ്പർ സ്റ്റാർ. ഒരുപാട് സന്തോഷം ശരത്തേട്ടാ. നമ്മള് കമ്പോസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നന്നായിട്ട് കമ്പോസ് ചെയ്യണം. അല്ല അങ്ങനല്ലേ? അതെ, അതൊക്കെ തന്നെ. പക്ഷെ നമ്മളെല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും കമ്പോസേഴ്സിനും ഒരു വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ് ഈ നിൽക്കുന്ന ഈ മനുഷ്യൻ. ഈ 5 അടി 3 ഇഞ്ചുള്ള, അതെ, 5 അടി 3 ഇഞ്ചുള്ള ഈ മനുഷ്യൻ. അതായത് എന്താ പറയാ, എന്തോരം പാട്ടുകള് ഏതെങ്കിലും ഒന്നുണ്ടോടാ ഹിറ്റ് അല്ലാത്തത്? ഒന്നുമില്ല. എല്ലാം അന്യായ പാട്ടുകള്. അതിന്റെ ആ സമയത്ത് ഇദ്ദേഹം ചെയ്തു വെച്ച അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ കേൾക്കുമ്പോഴും ബ്രാൻഡ് ന്യൂ ആണ്. അതാണ് ശരത്തേട്ടൻ. താങ്ക് യു.